ഇപ്പൊ വരാം. സ്കൂളിൽ കൊടുത്തയച്ച ഇതെന്താണെന്നറിയോ? ജാപ്പനീസ് എൻകഫലൈറ്റിസിൻ്റെ വാക്സിനേഷന് നിങ്ങളുടെ മക്കൾക്ക് വാക്സിനേഷൻ വെക്കാൻ വേണ്ടി നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം, സമ്മതപത്രം. വേണമെങ്കിൽ ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ദിവസം നിങ്ങൾക്ക് കൂടെ പോവുകയും ചെയ്യാം. അതാണിത്. അല്ല ഡോക്ടറെ, ഞങ്ങളെ മക്കള് ജപ്പാനിൽ അവിടെ പോയിട്ടുമില്ല, ഇനി പോകാൻ വിചാരിച്ചിട്ടുമില്ല. പിന്നെ എത്തിനാ ഈ വാക്സിന്? അതാണ് എനിക്ക് സംശയം. എനിക്കൊരു കോള് വന്നിട്ടുണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ വരും. നിങ്ങൾ ഇരിക്കും, സംശയം ഫുള്ള് ഞാൻ തീർത്തരാം കേട്ടോ. എന്തായിരുന്നു ചോദിച്ചത്? ജപ്പാൻ പോയില്ലല്ലോ. ഇതിന്റെ പേരാണ് ജാപ്പനീസ് എൻകഫലൈറ്റിസ്. ജാപ്പാനിലെ സയന്റിസ്റ്റുകളാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ആ പേര്. അല്ലാതെ ജാപ്പാനിൽ പോകാനോ വരാനോ നിൽക്കേണ്ടതില്ല. നമ്മളെ ഇവിടെയും ഇതൊക്കെ ഉണ്ട്. ഇതൊരു വൈറസാണ്. ഈ വൈറസ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് കൊതുക് കടിയിലൂടെയാണ്. ക്യൂലെക്സ് എന്ന് പറഞ്ഞ വർഗത്തിൽപ്പെട്ട ഒരു കൊതുകിലൂടെയാണ് ഇത് കിട്ടുന്നത്. ഇതെന്താണെന്നറിയോ? ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതിന് ഡോക്ടർ, കുട്ടിക്ക് ഒരു അസുഖവും ഇല്ലല്ലോ, ഒരു പനിയോ തലവേദനയോ ഒരു അസുഖവും ഇല്ല, പിന്നെ എന്തിനാ അങ്ങനത്തെ കുത്തിവെപ്പൊക്കെ? മസ്തിഷ്ക ജ്വരം വരാൻ ആരോഗ്യമൊന്നും നോക്കേണ്ടതില്ല. ആരോഗ്യമുള്ള കുട്ടികൾക്ക് തന്നെ വന്നെന്നിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അസുഖത്തിന് ചികിത്സയില്ല. ഇത് വളരെ ഫേറ്റലായിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെ ചികിത്സിച്ചാലും നമുക്ക് കുട്ടീനെ നോർമലായി കിട്ടൂല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്മി ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രെയിനിന് കമ്മി ഉണ്ടാവും, ബുദ്ധിക്കുറവ്, അല്ലെങ്കിൽ ശരീരഭാഗം തളർന്നതാവും, കണ്ണ് കാണാതെ, ചെവി കേൾക്കാതെ, അങ്ങനെയുള്ള വൈകല്യങ്ങളുള്ള കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ, ഇവൻ എത്ര വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചാലും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് ചികിത്സ ഇല്ല. അതുകൊണ്ടാണ് പ്രതിരോധ കുത്തിവെപ്പ്. മനസ്സിലായോ? അല്ല ഡോക്ടറെ, ഈ മലപ്പുറവും കോഴിക്കോടും മാത്രം എന്താ ലിസ്റ്റിൽ വന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റഡി പ്രകാരം കുറേ ജില്ലകളുണ്ട് ഇന്ത്യയിൽ. അതിൽ നമ്മളെ കേരളത്തിൽ ഈ 2 ജില്ലകളും ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇതൊക്കെ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ സാധാരണ കുത്തിവെപ്പില്ലേ, അതിൽ JE വാക്സിനേഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഭാവിയിൽ നമ്മളെ ഇവിടെ ഉൾപ്പെടുത്താൻ മതി. പക്ഷേ ഇപ്പോൾ ഇതൊരു ക്യാമ്പയിനാണ്. അതായത് മാക്സിമം കുട്ടികളെ, 1 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള മാക്സിമം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്.